ഗൈസ്, വെൽക്കം ബാക്ക്. ഓക്കെ, മമ്മി ആദ്യമായിട്ട് കാരണമാണ്, ക്ഷമിക്കണം. ഓക്കെ, അഗൈൻ ഒന്നും കൂടി. റെഡി, 1 2 3. ഇങ്ങനെ പറഞ്ഞു പറയേ. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. ഇന്നിപ്പോ നമ്മള് ഫ്രഷ് ആയിട്ടുള്ള ഒരു കണ്ടന്റ് കൊണ്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. Who's knows me better? മമ്മിയാണോ സിനോ ആണോ എന്നെ കൂടുതൽ അറിയണേന്ന്. ഇവർക്ക് രണ്ടുപേർക്ക്, മമ്മിക്ക് ഇപ്പൊ ഏകദേശം ഒരു 30 കൊല്ലമായിട്ട് എന്നെ അറിയാം. സിനോനെ ഇപ്പൊ ഒരു 13 കൊല്ലമായിട്ട് എന്നെ അറിയാം. അപ്പൊ എന്തായാലും ക്ലാഷ് വരും. അപ്പൊ എന്തായാലും നമുക്ക് നോക്കാം ആർക്കാണ് എന്നെ കൂടുതൽ അറിയാം എന്നുള്ളത്. അപ്പൊ കുറച്ച് ക്വസ്റ്റ്യൻസ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് അറിയാലോ. നിങ്ങൾക്ക് നിങ്ങളുടെ ആൻസർ എന്താന്നുള്ളത് നിങ്ങൾ ഫോണിൽ ടൈപ്പ് ചെയ്ത് എന്നെ കാണിച്ചാൽ മതി. സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് മൈ ഫേവറേറ്റ് ഫുഡ്? എന്താണ് എന്റെ ഇഷ്ടപ്പെട്ട ഫുഡ്? അഞ്ചാ ഒരു ടൈപ്പ് ഓഫ് ഫുഡ്. അഞ്ചാ ബിരിയാണി ആവാം, ചോറാവാം, അല്ലെങ്കിൽ എനിക്ക് ഫാസ്റ്റ് ഫുഡ് ആവാം. അങ്ങനെ ഒരു ടൈപ്പ് ഓഫ് ഫുഡ് ഉണ്ട്. അതിൽ എനിക്ക് ഇഷ്ടപ്പെട്ടത് എന്താ? അപ്പൊ കാണിക്കണം. ഓക്കെ, നീ എന്നിട്ടായിരുന്നു ഹോംലി ഫുഡ്. സിന ഇരിക്കുന്ന ഹോംലി ഫുഡ്, മമ്മി ഇരിക്കുന്നത് ചോറ്. എനിക്ക് ചോറ് അങ്ങനെ കറികൾ അങ്ങനത്തെയാണ് ഇഷ്ടം. അത് ഞാൻ ഉണ്ടാക്കണത് എനിക്ക് ഇഷ്ടം. വീട്ടിലത്തെ ഫുഡാണ് എനിക്ക്. അപ്പൊ രണ്ടുപേർക്ക് ശരിക്കും പറയുകയാണെങ്കിൽ ചോറാണ്. അതിപ്പോ ഹോട്ടലിൽ കഴിച്ചാൽ എനിക്ക് ചോറാണ് ഇഷ്ടം. ബിരിയാണി ഐറ്റംസില് അതും പെടലുണ്ട്. ഇതിന് ഹാഫ് മമ്മിക്ക് മണ്ണ്. ഓക്കെ, നിങ്ങളെ ഓർത്തിരിക്കണം കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എനിക്ക് എന്റെ ചെറുപ്പം മുതൽ എനിക്ക് ഇതുവരെ വയസ്സ് വരെ ഉണ്ടായിരുന്ന എനിക്ക് ബെസ്റ്റ് ആയിട്ടുള്ള കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട്. അവരുടെ പേര്. ഓക്കെ, മമ്മയെ ഇരിക്കുന്നത് ജനട്ട, ജെനിറ്റനെ ഉദ്ദേശിച്ചു. ജെനിറ്റ, ജോസഫ്, സെബി, റിജു. ഓക്കെ, സെയിം കട. ഇവരാണ് എന്റെ ബെസ്റ്റ് ഫ്രണ്ട്സ്. അപ്പൊ അത് രണ്ടുപേർക്കും 1-1 കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് മൈ ഫേവറേറ്റ് കളർ? എന്റെ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കളർ ഉണ്ട്. 2 കളേഴ്സ് ഉണ്ട്. ഏതെങ്കിലും ഒരെണ്ണം പറഞ്ഞാൽ മതി. മമ്മി ഗ്രീൻ. അത് ഞാൻ ഗ്രീൻ ഇട്ട കാരണാണ്. ഗ്രീനാണ് പണ്ട്. അല്ലല്ല, എനിക്ക് ബ്ലൂ അല്ലെങ്കിൽ ബ്ലാക്ക് ആണ് ഇഷ്ടം. അപ്പൊ നിനക്ക് 1, മമ്മിക്ക് 0. അടുത്തത്, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഹോബി എന്ന് പറഞ്ഞാൽ ഞാൻ ഏറ്റവും ഇഷ്ടപ്പെട്ട് ചെയ്യാൻ ഇഷ്ടമുള്ള ഒരു കാര്യം. അങ്ങനെ ഇപ്പൊ എന്തെങ്കിലും ഉണ്ടല്ലോ. ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു കാര്യം. മമ്മി കണ്ടന്റ്, ചേച്ചിയുടെ കണ്ടന്റ് ക്രിയേഷൻ. മമ്മി ഉറക്കം. ഇത് രണ്ടല്ല. ഉറക്കം എനിക്ക് ഇഷ്ടമുള്ളതൊരു കാര്യമാണ്. കാരണം ഉറക്കം അങ്ങനെ പ്രോപ്പർ കിട്ടാറില്ല. കിടക്കാറുണ്ട്. പക്ഷെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം ഷോപ്പിംഗ്. എനിക്ക് ഡ്രസ്സ് വാങ്ങാൻ പോയതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള എന്റെ ഒരു കാര്യം. അയ്യോ അല്ലേ, അവ ഇരിക്കുന്നത് കണ്ടന്റ് ക്രിയേഷൻ കറക്റ്റ് ആണ്. പക്ഷെ അതെനിക്ക് ഇപ്പൊ എനിക്കത് ടൈമില്ല. എനിക്ക് അങ്ങനെ അത് ഹോബി എന്ന് പറയാൻ പറ്റില്ല. അപ്പൊ രണ്ടുപേർക്ക് 0-0. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എന്റെ എനിക്കറിയാം അതെന്റെ ഒരു ഭയങ്കര പൊട്ട ക്യാരക്ടറാണ്. അത് ഏത് ക്യാരക്ടറാണ്? വിശദീകരിച്ച് ചെയ്തിട്ട് നിന്റെ കാര്യങ്ങള് ചാടി കളിക്കുക, കളിയാക്കുക. ഓക്കെ, നീ ദേഷ്യം, ചാടി കളിക്കുക. അപ്പൊ സെയിം 1-1. ഓക്കെ, അത് എന്റെ ഒരു ബാഡ് ക്യാരക്ടറാണ്. ഞാൻ മാറ്റാൻ നോക്കുന്നില്ല. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഇൻ മൈ കോളേജ് ടൈം, ഞാൻ കോളേജില് ആയിരുന്നപ്പോ ഒരു ടൂർ പോയിട്ടുണ്ട്. ഓർമ്മയുണ്ടാ? മമ്മി കോളേജിൽ മമ്മിയുടെ ഒപ്പമായിരുന്നു. ഞാന് കോളേജ് ലൈഫ് ടൂർ പോയിട്ടുണ്ട്. ആ ടൂർ പോയ സ്ഥലം കോളേജിൽ നിന്ന് ടൂർ പോയിട്ടുണ്ട്. പിന്നെ ആരൊപ്പം ടൂർ പോവാ? കോളേജിൽ ടൂർ പോയി. കോളേജ് മെഡിക്കൽ ട്രസ്റ്റ്. ഏതെന്തെങ്കിലും അറിയില്ല. ഞാൻ മമ്മിയുടെ അടുത്തുനിന്നല്ലേ കോളേജിൽ ടൂർ പോയത്. ഞാന് കൂറാഞ്ചേരി ബസ്സിൽ കയറിയ കോളേജിൽ. നിനക്ക് നല്ല ഓർമ്മയുണ്ടാവും. പോയിട്ടില്ല. അങ്ങനെ വെച്ചാൽ മമ്മിക്ക് അറിയില്ല. ചിക്ക്മാംഗ്ലൂർ. ശരിയാണ് സിനോന്റെ കറക്റ്റ് ആൻസർ.
ഞാൻ ഏത് കൊല്ലാണ് കോളേജിൽ ജോയിൻ ആക്കിയത്? മമ്മിയാണ് പറയണ്ടേ. ഏത് മെഡിക്കൽ ടെസ്റ്റ്? മെഡിക്കൽ ട്രസ്റ്റിൽ ഞാൻ ഏത് കൊല്ലാണ് ജോയിൻ ആയത്? മമ്മി ആ ഇത് നാണക്കേടാ. കോളേജിൽ ഞാൻ ചേർന്ന് ഓർമ്മില്ല. അവർക്ക് എന്തെങ്കിലും പറ്റി ഓർമ്മയില്ല. ഇതെന്നെ പറഞ്ഞ നിന്നെ ഇഷ്ടമല്ല, ചേച്ചിന് മാത്രം ഇഷ്ടമല്ല. അതെനിക്കറിയാം. ചേച്ചിയുടെ ഓർമ്മയില്ല. അങ്ങനെ അറിയാം. 2020 മമ്മി ഇട്ടത്. 2020 ഞാൻ എന്റെ അശ്വനിയില് വർക്ക് ചെയ്തോണ്ടിരിക്കുന്ന ടൈമാണ് 2020. 2021 ഞാൻ കല്യാണം കഴിച്ചു. ഓക്കെ, അപ്പൊ ഇവ എഴുതിക്കുന്നത് 2014, 2015, 2014 ആൻസർ. 2014 ഞാൻ കോളേജിൽ ജോയിൻ ചെയ്തത്. അത് മമ്മിക്ക് തീരെ ഓർമ്മയില്ല. ഇവന് മെമ്മറി ഇത്തിരി കുറവാ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എനിക്ക് മധുരമാണോ അതോ എരിവാണോ കൂടുതൽ ഇഷ്ടം? രണ്ടുപേരും എരിവാണോ? രണ്ടുപേരും കറക്റ്റ് ആൻസർ ആണ്. അപ്പൊ രണ്ടുപേർക്കും ഇല്ല. അടുത്ത ക്വസ്റ്റ്യൻ. എനിക്ക് സ്കൂളിൽ പഠിക്കുമ്പോ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സബ്ജക്ട് ഏതായിരുന്നു? പഠിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സബ്ജക്ട്. എനിക്ക് മാർക്കും കൂടുതൽ അല്ലായിരുന്നു. ഏതായിരുന്നു? അതൊരു പറയാതെ ഇരിക്കല്ലേ മമ്മി. സയൻസ് ഇഷ്ടമുണ്ടായിരുന്നില്ല അവൾക്ക്. എഞ്ചിനീയർ ആവാനായിരുന്നു ഇഷ്ടം. മമ്മി കൊടുക്കണേ. ശരി, ഇതിന് മാറ്റാൻ പറ്റില്ല. മമ്മി അയച്ചത് മാത്സ്, നീ അയച്ചത് സയൻസ്. മാത്സ് ആണ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സബ്ജക്ട്. എന്തിനു മാത്സിന് പഠിപ്പിക്കാൻ? മാത്സ് കാരണം എഞ്ചിനീയറിംഗ് പോകാനായിരുന്നു എനിക്ക് താല്പര്യം. പക്ഷെ എന്റെ ആഗ്രഹങ്ങളൊന്നും ഇവര് സാധിച്ചു തന്നിട്ടില്ല. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. എന്റെ ചെരുപ്പിന്റെ സൈസ് രണ്ടുപേർക്ക് അറിയായിരിക്കും. നോക്കണേ. എഴുതുന്നത് ഏതാ സൈസ്? 38 എന്റെ സൈസ്. 38. മമ്മി 7 എഴുതിക്കണം. ശരിയാന്ന് വിചാരിക്കുന്നു. അപ്പൊ രണ്ടുപേർക്കും വീണ്ടും ഒരു പോയിന്റ്സ്. നിങ്ങളുടെ പോയിന്റ്സ് നിങ്ങൾ ഓർത്ത് വെക്കണം. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. 2 പോയിന്റ്. അടുത്ത ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് മൈ ഫേവറേറ്റ് കോസ്മെറ്റിക് പ്രോഡക്റ്റ്? എന്താണ് എന്റെ കയ്യിലുള്ള കുറച്ച് കോസ്മെറ്റിക് പ്രോഡക്ട്സ് ഉണ്ടല്ലോ, അതിൽ എനിക്ക് ഇഷ്ടപ്പെട്ട ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കോസ്മെറ്റിക് പ്രോഡക്റ്റ്. ഞാൻ എപ്പോഴും അത് യൂസ് ചെയ്യാതെ ഞാൻ പുറത്തേക്ക് ഇറങ്ങാറേ ഇല്ല. നിങ്ങൾക്ക് എന്റെ മമ്മീന്റെ പുറത്ത് നോക്കണം. മമ്മിയുടെ ആൻസർ വന്നിട്ടുണ്ട്. ഒരെണ്ണം മതി. മമ്മി ഇരിക്കുന്നത് ലിപ്സ്റ്റിക്ക്, സിന ഇരിക്കുന്നത് മസ്കാര. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് ലിപ്സ്റ്റിക്കാണ്. കണ്ണ് എഴുതിയില്ല. ഇന്ന് ഞാൻ കണ്ണ് എഴുതിയിട്ടില്ല, പക്ഷെ ഞാൻ ലിപ്സ്റ്റിക് ഇട്ടിട്ടുണ്ട്. അല്ല, നോക്കാനൊക്കെ ബാക്കിയുള്ളവർക്ക് നോക്കുന്ന സമയത്ത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. എനിക്ക് ഏറ്റവും കൂടുതൽ സമാധാനം കിട്ടുന്നത് എപ്പോഴാണ്? വീട്ടിലിരിക്കുമ്പോഴാണോ പുറത്തു പോകുമ്പോഴാണോ? ഞങ്ങൾക്ക് ഏറ്റവും സമാധാനം കിട്ടുന്നത് ഉറങ്ങുമ്പോഴാണ്. രണ്ടുപേരുടെ ആൻസർ പുറത്തു പോകുമ്പോൾ എന്നാണ്. ശരിയാണ്, പുറത്തു പോകും. എനിക്ക് വീട്ടിലിരുന്ന് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് എനിക്ക് ഡിപ്രഷൻ അടിക്കും. എനിക്ക് പുറത്തു പോകണം. അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. എനിക്ക് ഏത് ഏജിലാണ് ഞാൻ ഓൾട്ടർ ഗേൾ ആയിട്ട് ഉണ്ടായിരുന്നത്? അതായത് ആൾക്കാർ സംഘത്തിൽ ഉണ്ടായിരുന്നു പള്ളിയില്. അത് ഏത് ഏജിലാണ്? അത് സിനിമ അറിയാൻ എനിക്ക് അറിയില്ല ഏത് ഏജിലാണ്. സിനിമ അപ്പൊ യാതൊരു ബന്ധമില്ലാത്ത ടൈമായിരുന്നു. ഏജ് അല്ലെ ഇയർ? വർഷം അറിയില്ല. എനിക്കറിയാവുന്ന അല്ലെങ്കിൽ ഞാൻ ഏത് ക്ലാസ്സിലാണ് പഠിക്കുമ്പോഴാണ് എന്തെങ്കിലുമൊക്കെ അറിയോ? ഓക്കെ, മമ്മിയുടെ ആൻസർ 2007 7th ഗ്രേഡിൽ പഠിക്കുമ്പോ. സിനോന്റെ ആൻസർ 7th ഗ്രേഡിൽ പഠിക്കുമ്പോ. അപ്പൊ എനിക്ക് നിന്നെ അറിയുന്നില്ലായിരുന്നു. നിനക്ക് എന്താ ഞാൻ ആൾക്കാർ സംഘത്തില് 7th പഠിക്കുമ്പോ 2007 ജൂലൈ 3 ഞാൻ ആൾക്കാർ സംഘത്തിൽ കയറിയത്. അന്നാണ് എന്റെ പപ്പ മരിച്ചത്. അപ്പൊ അത് കറക്റ്റ് ആണ്. രണ്ടുപേരുടെയും കറക്റ്റ് ആണ്. ഇനി എനിക്ക് ഏറ്റവും ഇടാൻ ഇഷ്ടമുള്ള ഒരു ഡ്രസ്സിംഗ് സ്റ്റൈല്, അതായത് ഞാൻ എക്സാമ്പിൾസ് പറയാം. ജീൻസും ടോപ്പാണോ, ചുരിദാർ ഇട്ടിട്ട് ഷോൾ ഇട്ടിട്ട് ഇടുന്നതാണോ, സാരി ആണോ, കുർത്ത
ലെഗിൻ അല്ലെങ്കിൽ കുർത്ത ജീൻസ് ആണോ എന്താണ് എനിക്ക്, അല്ലെങ്കിൽ മിഡിൽ ടോപ്പ് എന്താണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്? ഡ്രസ് ഒന്നും എനിക്കറിയില്ല. ഇത് മമ്മിക്ക് തന്നെ പോകുമ്പോൾ പിന്നെ നീ ഇതിൽ കണ്ടാട്ടിട്ട് നാള് എനിക്കിഷ്ടമുള്ള ഡ്രസ്സല്ല ഈ ഇടുന്നത്. ഇവര് രണ്ടുപേരും ഇട്ടിട്ടുള്ളത് ജീൻസും ടോപ്പാണ്. ജീൻസ് ടോപ്പ് ഞാൻ ഇടാറുണ്ട്, പക്ഷെ എനിക്ക് ഇഷ്ടമുള്ളത് ജീൻസ് ടോപ്പ് അല്ല. എനിക്ക് ജസ്റ്റ് കുർത്ത വിത്ത് ജീൻസ് അല്ലെങ്കിൽ കുർത്ത വിത്ത് ലെഗിൻസ് ഇട്ടിട്ട് നടക്കാനാണ് എനിക്ക് ഇഷ്ടം. സാധനങ്ങൾ പറയുമ്പോ നീ എന്ത് എടുക്കാത്ത? ഇവിടെ അത് ഇടാനുള്ള ഓപ്ഷൻസ് അതന്നെയല്ലേ ഇത്. അപ്പൊ ജീൻസ് ടോപ്പ് അത് നമ്മൾ സമ്മർദ്ദം കൊണ്ടിടുന്ന ജീൻസ് ടോപ്പ്. എന്റെ ഇഷ്ടമുള്ളത് ഞാൻ പറഞ്ഞത് ഇത് വെച്ചിട്ട് ഞാൻ കുർത്ത കണ്ട. എന്നിട്ട് ഒരു കുർത്ത പോലും ഇവിടെ എടുത്ത് കളിട്ടില്ല പുറത്തേക്ക് ഇടാനായിട്ട്. ഇവിടെ നീ എവിടെ എടുത്ത് കിട്ടണേ? പുറത്തേക്ക് ഞാൻ സാധനം എടുക്കാറില്ല. എനിക്ക് കുർത്തയാണ് ഇഷ്ടം. എന്റെ ഇഷ്ടം എന്റെ ഇഷ്ടം എന്റെ അപ്പൊ ജീൻസും ടോപ്പും അല്ലല്ല നിങ്ങൾക്ക് രണ്ടുപേരും പോയിന്റ്സ് ഇല്ല. ഇല്ല പോയിന്റ്സ് ഇല്ല. ഓക്കെ, ഇനി ഞാൻ ഒരു നൈറ്റ് പേഴ്സൺ ആണോ ഞാനൊരു മോർണിംഗ് പേഴ്സൺ ആണോ? അതായത് എനിക്ക് മോർണിംഗ് ടൈം ആണോ ഇഷ്ടം, നൈറ്റ് ടൈം ആണോ ഇഷ്ടം? മമ്മി എഴുതിയിരിക്കുന്നത് മോർണിംഗും സിന എഴുതിയിരിക്കുന്നത് രാത്രിയാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ടൈം മോർണിംഗ് ആണ്. കാരണം രാത്രി 6 മണിക്ക് ഒന്നുമില്ല. രാത്രി മമ്മി ഫ്രെയിമിലില്ലേ? നീ അങ്ങോട്ട് പോകുമ്പോ ട്രാക്ക് ചെയ്യണ രാത്രി 6 മണിക്ക് ശേഷം ഞാൻ ഡൗൺ ആവും. പിന്നെ എനിക്ക് വയ്യാതെയാവും. രാത്രിയാണ്. അപ്പൊ ഞാൻ ഡൗൺ അല്ലേ? മോർണിംഗ് ആണ് ഞാൻ ഇങ്ങനെ ജിൽ ജിലായിട്ട് നിക്കാറ്. അപ്പൊ ഞാൻ മോർണിംഗ് പേഴ്സൺ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, എന്റെ ഫസ്റ്റ് സാലറി ഞാൻ ജോലിക്ക് പോയിട്ട്, അതായത് ഞാൻ അത് എക്സാമ്പിൾ തരാം. ഞാൻ ഫിസിയോതെറാപ്പിസ്റ്റ് ആയിട്ടുള്ള ജോലി, വേറെ ജോലി ചെയ്തിട്ടില്ല. ഫിസിയോതെറാപ്പിസ്റ്റ് ആയിട്ടുള്ള ജോലിയിലെ എന്റെ ഫസ്റ്റ് സാലറി മമ്മി 14,000, സിന 12,000 ആണ് പറഞ്ഞത്. എനിക്ക് ഫസ്റ്റ് സാലറി കിട്ടിയിട്ടില്ല. ഞാൻ അതാ ഡോക്ടറെ പേര് ഞാൻ പറയണില്ല. എനിക്ക് അറിയാലോ ഡോക്ടറെ, അറിയാലോ. ഇല്ല, അതിനാണ് ഞങ്ങൾ അവിടെയായിട്ട് ഞാൻ തിരിച്ചു പോകുന്നത്. പഠിക്കണം, പഠിച്ചിട്ട് സാലറി തരുള്ളൂ എന്നൊക്കെ എന്റെ അടുത്ത് പറഞ്ഞത്. പറഞ്ഞില്ല ഡോക്ടറിനെ? പിന്നീട് തന്നല്ലോ. ഇല്ല, പിന്നെ അടി ഉണ്ടാക്കിയിട്ട്. ഓക്കെ, അപ്പൊ അതായിരുന്നു എനിക്ക് സാലറി. അപ്പൊ രണ്ടുപേർക്കും മാർക്കില്ല. സാലറി ചോദിക്കുമ്പോ നിങ്ങൾക്ക് പറയാം എന്റെ ഫസ്റ്റ് സാലറി അത് കഴിഞ്ഞിട്ട് എനിക്ക് ഫസ്റ്റ് കിട്ടിയ സാലറി മമ്മി പറഞ്ഞ സാലറിയാണ് 14,000. പക്ഷെ ഫസ്റ്റ് സാലറി പറഞ്ഞ സംഭവിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഞാൻ 10th പഠിച്ച സ്കൂൾ നെയിം എഴുതിയ മതി. അറിയില്ലേ? എന്തറിയോ? രണ്ടുപേരും ഹോളി ഫാമിലിയാണ്. ഫുൾ നെയിം പറയാൻ പറ്റുമോ? എന്താ? അപ്പൊ രണ്ടുപേർക്കും പോയിന്റ്സ് ഉണ്ട് കേട്ടോ. ഇനി എനിക്ക് ഞാനൊരു ഫാമിലി പേഴ്സൺ ആണോ ഞാൻ ഒരു ഫ്രണ്ട്സ് പേഴ്സൺ ആണോ? ഞാൻ എന്റെ ക്വസ്റ്റ്യൻ അല്ലേ ഇത്? രണ്ടൊരു ഫാമിലി, ഞാൻ ഫാമിലി പേഴ്സൺ അല്ല. നീ പറയണം, എവിഡൻസ് ഞങ്ങൾ വെക്കും. ഞാൻ ഫ്രണ്ട്സിന്റെ പറഞ്ഞ കൂടുതൽ ഫ്രീ ആയിട്ട് എൻജോയ് ചെയ്ത് പോവാറ്. അങ്ങ് ചോദ്യമല്ലല്ലോ. അപ്പൊ അവരായിട്ടല്ലേ നിനക്ക് കൂടുതൽ ടൈം ഞാൻ സ്പെൻഡ് ചെയ്യാറ്. അത് കൺഫ്യൂഷൻ ആക്കാൻ ക്വസ്റ്റ്യൻ എന്റെ ക്വസ്റ്റ്യൻ എന്റെ മാത്രം ക്വസ്റ്റ്യൻ ആണ്. എനിക്ക് കുക്ക് ചെയ്യാനായിട്ട് ഏറ്റവും ഇഷ്ടമുള്ള ഒരു ഡിഷ്, അത് കുക്ക് ചെയ്യുന്നത് എനിക്ക് ഇഷ്ടമാണ്, ഞാൻ കുക്ക് ചെയ്യുന്നത് മറ്റുള്ളവർക്ക് ഇഷ്ടമാണ്. ക്ലൂ കിട്ടിയില്ലേ? രണ്ടുപേരും പോർക്ക് എഴുതിയിട്ട് രണ്ടുപേർക്കും കറക്റ്റ് ആൻസർ ആണ്. അപ്പൊ നമ്മളുടെ ഇന്നത്തെ ഹൂസ് നോസ് മീ ബെറ്റർ എന്നതിലെ Q&A ക്വസ്റ്റ്യൻസ് കഴിഞ്ഞു. ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കിയിട്ടുള്ളൂ. അപ്പൊ അത് കഴിഞ്ഞു. നമ്മൾ 18 ക്വസ്റ്റ്യൻസ് ആണ് ടോട്ടൽ ചോദിച്ചത്. ഈ 18 എണ്ണത്തില് നമുക്ക് ഇവർ രണ്ടുപേരിൽ ആരാണ് വിൻ ചെയ്തതെന്ന് നോക്കാം. അപ്പൊ മമ്മി കറക്റ്റ് ആക്കിയിരിക്കുന്ന ആൻസർ 13 ആൻസേഴ്സ് ആണ്. സിന കറക്റ്റ് ആക്കിയിരിക്കുന്ന ആൻസർ 12 ആൻസേഴ്സ് ആണ്. അപ്പൊ ഒരൊറ്റ പോയിന്റില് മമ്മിയാണ് വിൻ ചെയ്തിരിക്കുന്നത്. പക്ഷെ 5 ചോദ്യത്തിന് ഇവര് രണ്ടുപേരും തെറ്റുത്തരം പറഞ്ഞിരിക്കുന്നു. അപ്പൊ ഇവർക്ക് 5% എന്നെ ഇവർക്ക് അറിയില്ല.
ആ മാക്സ് എങ്ങനെയുണ്ട് അതറിയാതിരിക്കുന്നുണ്ട്. അപ്പൊ ഇത്രയുള്ള എന്നെ പിന്നെ അറിയാൻ എല്ലാവർക്കും ഏതൊരു പട്ടിക്കുഞ്ഞിനും അറിയാൻ എളുപ്പമാണ്. പക്ഷെ ഞാൻ ഓപ്പൺ മൈൻഡഡ് ആയത് കാരണം. അപ്പൊ ഇത്രയുള്ളൂ ഞങ്ങളുടെ വീഡിയോ. അപ്പൊ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ പറയാന്ന് ചെയ്യണ്ടേ, ലൈക്ക് ചെയ്യാം, ഷെയർ ചെയ്യാം. അപ്പൊ ബൈ ബൈ.